താക്കീതുമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ചിറയൻകീഴ് താലൂക്കിലെ അഴൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അഴൂർ ഭഗവതി ക്ഷേത്ര പരിസരങ്ങളിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ വ്യാപകമായ വ്യാജ പോസ്റ്ററുകൾ പതിപ്പിച്ചു കണ്ടതിനെതിരെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ചിറയൻകീഴ് താലൂക്ക് സെക്രട്ടറി നേരിട്ടെത്തി സമിതിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരെ അറിയിക്കുകയും വ്യാജ പ്രചരണങ്ങൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേര് ദുരുപയോഗം ചെയ്തവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചു. നമ്മളിപ്പോൾ താങ്കളെ കാണാൻ വന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു പേരും വെച്ചുകൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റിക്കെതിരായിട്ട് ഇവിടെ ഈ അടൂർ ചുറ്റുവട്ടത്തിൽ പല ഭാഗത്തായിട്ട് ഒരു തെറ്റായ ഒരു പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. പക്ഷേ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഇവിടെ അടൂർ പഞ്ചായത്തിനകത്ത് ഒരിടത്ത് പോലും ഒരു ശാഖ പോലും ഇല്ല. ഇവിടെ കുറച്ച് പ്രവർത്തകരുണ്ടെന്ന് പറയുന്നത് അവർ ആക്റ്റീവല്ല. ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ സുദർശൻ ശാർക്കര ശാഖയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് മെമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവർ എന്നാൽ ആക്റ്റീവല്ല. ഇനി അവർ ഇതിലുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇവിടെ പ്രചരിക്കാനുള്ള കാരണം അത് എന്താണ്? കമ്മിറ്റിക്കെതിരെ അതായത് കുറേ പോസ്റ്ററുകൾ ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തും ഇങ്ങനെ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന തന്നെ ഉണ്ട്. ഞാൻ അതിൽ എനിക്ക് പരിചയമുള്ള 1-2 പേര് ഞാൻ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അതാണ് സത്യം. ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർ ഇത് അറിഞ്ഞിട്ടില്ല, അവരിങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ആരാണോ ഇതിൻ്റെ പിന്നിലുള്ളത് അവരൊന്ന് അറിയണം, അവരെ കണ്ടെത്തണം. അത് കണ്ടെത്താൻ നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ അതിൻ്റെ ഈ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പിന്നിൽ പോകാനാണ് ഉദ്ദേശം. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ 82-ലാണ് ഇത് ട്രസ്റ്റ് ആകുന്ന ആ കാലഘട്ടം മുതൽ ഇതുവരെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചൊരു സംരക്ഷണ സമിതി ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഭരണസമിതി ആദ്യത്തെ 5 വർഷമായിരുന്നു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ മാറി ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. പലർക്കും ഇതിൽ അരോചകമായി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ ട്രസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 217 പേരാണ്. അതിൽ കുറേ ആൾക്കാർ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് മരണപ്പെട്ട അവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഇപ്പോൾ ഉള്ളത് 175 പേരിനകത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 81 ആൾക്കാരെ കൊണ്ട് ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിടിച്ച് സമയത്ത് പൊതുയോഗം വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, എന്തായാലും ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു മേജർ പ്രോജക്റ്റ് അതിൻ്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന ഒരു സദ്യാലയത്തിൻ്റെ പഴയ സദ്യാലയം ജീർണാവസ്ഥയിലായത് ഇടിച്ചു മാറ്റിയിട്ട് പുതിയ ഇപ്പോൾ കുറച്ച് നാളായി, ഒരു 2-3 വർഷമായി. അപ്പോൾ ഇപ്പോൾ അത് ചെയ്യാനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. അതിൻ്റെ പണി നടന്നു വരികയാണ്. അപ്പോൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഭരണസമിതി ജനുവരി 5-ാം തീയതി കഴിഞ്ഞു. ഭരണസമിതി ജനുവരി 5-ാം തീയതി കഴിഞ്ഞു, അത് സത്യമാണ്. പക്ഷേ ഈ ഉത്സവം കഴിഞ്ഞ് ഏപ്രിലാണ് ഉത്സവം. ഏപ്രിൽ 27-ാം തീയതിയോടുകൂടി പൊതുയോഗം വിളിക്കാമെന്ന് ഉള്ള ഉദ്ദേശമായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് സ്വല്പ ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് എടുത്ത് കംപ്ലീറ്റ് പണി തീർക്കാനുള്ള അതിനുള്ള കാശ് ഇവിടെ ഇല്ല, ക്ഷേത്ര ഫണ്ടിലില്ല. അല്ലെങ്കിൽ ഇതിലിപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഷെയറായിട്ടും അല്ലെങ്കിൽ സംഭാവനയായിട്ടും തന്നതുകൊണ്ടൊന്നും അത് തീരില്ല. അത് മാന്യമായിട്ട് അത് കയറി നോക്കുമ്പോഴേ അറിയാൻ പറ്റും. ഒരു 500 പേർക്ക് ഇരിക്കത്തക്ക സൗകര്യത്തിന് അത് ചെയ്യുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാ വർഷവും തൂക്കം ഉണ്ട്. അപ്പോൾ ഈ തൂക്കക്കാർക്കെങ്കിലും അതിൻ്റെ അകത്തിരുത്തി ചാപ്പാട് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് അതൊന്ന് അതുവരെ ഒന്ന് വൃത്തിയാക്കി അതിന് ഒരു ഡോറും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം. പിന്നെ ഒരു പുതിയ ഭരണസമിതി വരിക, അവർ വന്നിട്ട് അത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അതിനുശേഷമാണ് ഈ ബോർഡുകൾ ഇവിടെ കണ്ടു തുടങ്ങിയത്. ഈ അന്ന് ഇതിന് പിന്നിൽ ഈ ബോർഡ് മെമ്പേഴ്സിനെ കൊണ്ട് ഒപ്പിടിക്കാൻ നടന്നു തന്നെ 5-6 പേര്. അത് ക്ഷേത്രത്തിൽ റെഗുലറായിട്ട് വരുന്ന ആൾക്കാർ, വർഷത്തിൽ ഒരു ദിവസം വന്നില്ലെങ്കിലായി അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്, ഇത് ഒപ്പിടിക്കാനും കാര്യങ്ങളും. പിന്നെ ഉണ്ടായിരുന്നു പഴയ നമ്മുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. അവരൊക്കെ റെഗുലർ അമ്പലത്തിൽ വരുന്നവരാണ്. മറ്റ് ഉള്ളവർ അങ്ങനെ റെഗുലർ അമ്പലത്തിൽ വരുന്നവർ പോലുമല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ. അപ്പം ഈ ഒപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ്
ഇന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നമ്മൾ ഈ 10 വർഷത്തെ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യമാണ്. അത് അല്പം കൂടെ ക്ഷമ ഉണ്ടാകണം. ഞങ്ങൾ ഏപ്രിലോടുകൂടി പൊതുവെ വിളിച്ചിട്ട് മാറാനുള്ള ഉദ്ദേശത്തിലാണ് എന്ന് പറഞ്ഞിട്ടും അതിനൊരു മാറ്റമില്ലാതെയാണ് ഇപ്പോൾ ഈ കണ്ട പോസ്റ്ററുകളുടെ ഒരു വരവ്. അപ്പം അതുകൊണ്ടാണ് ഈ പോസ്റ്ററുകളിൽ ഈ സംരക്ഷണ സമിതി എന്ന് വെച്ചിരുന്നുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആൾക്കാരെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന്. അവർ പറഞ്ഞു അവർ ചെയ്തതല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, അവരുടെ ആൾക്കാരും ഇവിടെ ഇല്ല. അവരുടെ ആൾക്കാരില്ലെങ്കിൽ പിന്നെ ഈ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു സംരക്ഷണ സമിതി ഇല്ല. നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രവർത്തകരില്ല. അതുപോലെ ഈ അഴൂർ പഞ്ചായത്തിൽ ഒരു ശാഖ പോലും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നേരത്തെ സുദർശൻ ജി നമ്മുടെ ശാർക്കര ശാഖയുടെ സെക്രട്ടറിയായിട്ട് ഇരിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ വർഷം ഇവിടെ പെരുങ്ങി വിഭാഗത്തിൽ നിന്ന് കുറച്ച് പേരെ മെമ്പേഴ്സാക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവരാരും ഇവിടെ പോസ്റ്റ് അടിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരാരും ഇതിൽ ഇൻവോൾവ്ഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് താങ്കളെ കണ്ടതും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയത്. അപ്പം നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തിയാൽ നമുക്ക് സമിതിയുടെ ഭാഗത്തു നിന്ന് സമിതിക്ക് എതിരായിട്ട്, അതേ സമിതിയെ പബ്ലിക്കിനിടയിൽ സമിതിക്ക് അപകീർത്തികരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമുക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കാൻ ഉള്ളൊരവസരം നമുക്ക് സംജാതമാവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇവിടെ വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ളതാണ്. ഇത് ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ നടപടിയിലേക്ക് പോകും. കാര്യം ഇതൊരു രജിസ്റ്റേർഡ് സംഘടനയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10,000-3000-ലധികം ശാഖകളുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയുടെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നില, ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്, താലൂക്കിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അത് കൂടി താങ്കളെ അറിയിക്കുകയാണ്. കാര്യം താങ്കളെന്നല്ല, ഇത് ചെയ്ത വ്യക്തികളെ നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഈ ചെയ്തവർ മാപ്പ് പറഞ്ഞ് ഈ പോസ്റ്റുകൾ വലിച്ചു കീറി കളയുക. അതാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ നടപടിയിലേക്ക് പോകും. അത് നിങ്ങളുടെ ഭാഗത്താണ്. ഇപ്പോൾ ഇത് കൊണ്ടൊട്ടിച്ച 2 വീടുകളിൽ ക്യാമറ വെച്ചിട്ടുള്ള ആ ഭാഗത്തൂടെയാണ് ഇത് വെച്ചിട്ട് അതിൻ്റെ CCTVയുടെ കവർ ചെയ്ത് അത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിന് താറടിച്ച് കാണിക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചുള്ള സ്ഥലമാണത്. ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ട്രസ്റ്റിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഇവിടുത്തെ സെക്രട്ടറി ആയിട്ട് 15 വർഷം ഇരുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുമാണ് അത് ചെയ്യുന്നത്. അവർ തന്നെ ചെയ്യുന്നു. ട്രസ്റ്റിന്റെ ബോർഡ് മെമ്പേഴ്സാണ് ചെയ്യുന്നത്. അവരാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളുടെ കമ്മിറ്റി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഡെവലപ്പായിരിക്കുന്നു, ഒരുപാട് ഡെവലപ്മെന്റ്സ് ചെയ്യുന്നു. അപ്പോൾ അതിനോടുള്ള ഒരു അസൂയായിരിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അവർ ചെയ്യാൻ പാടില്ല. ഇത് ഇവിടെ നമ്മുടെ പലയിടത്തും ഇത് കാണുന്നൊരു സംഭവമാണ്. അതിലിപ്പോൾ ഇവിടെ എന്തെങ്കിലും വരുമാനം ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തത് നമ്മുടെ കഴിവല്ല. അത് ഭക്തജനങ്ങൾ കൊണ്ടിടുന്ന ആ വരുന്ന ബാലൻസിലെ എടുത്ത് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇപ്പം നമ്മളെ കുടുംബത്തിൽ നിന്നൊന്നും വലിച്ചു വാരി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ വരുന്നത് നമ്മളത് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ല ഈ കാണുന്ന. ഇപ്പം ഒരു പുതിയതായിട്ട് ഒരാൾ വന്ന് കാണുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരാക്കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ ചെയ്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോർഡ് മെമ്പേഴ്സിന് ഇപ്പം ഈ ഒരു ലെറ്റർ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ ശരി ഷാജി ഭായ്, താങ്കൾ നിയമപരമായിട്ട് മുന്നേറുക. അവിടുന്ന് CCTV കിട്ടുമെങ്കിൽ അതിൻ്റെ ഒരു ഇതിലൂടെ നമുക്ക് തരിക. നമ്മളും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. ഓക്കെ. നമസ്കാരം. ഞാൻ ജയപാലൻ, ചിറയൻകീഴ്. ഞാൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചിറയൻകീഴ് താലൂക്കിൻ്റെ സെക്രട്ടറിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അഴൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, അഴൂർ ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വാർഷിക പൊതുയോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുക, വരവ് ചെലവ് കണക്കുകൾ ഭക്തരെ ബോധ്യപ്പെടുത്തുക, ക്ഷേത്ര സംരക്ഷണ സമിതി. ഇത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയെ ഉദ്ദേശിച്ചാണ് വെച്ചിട്ടുള്ളതെങ്കിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഒരു പോസ്റ്റർ ക്ഷേത്ര സംരക്ഷണ സമിതി ഇവിടെ പതിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തേതെന്ന് പറയുന്നത്,
അഴൂർ പഞ്ചായത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഒരിടത്ത് പോലും ഒരു ശാഖ പോലുമില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ പെരുങ്കുഴി ഭാഗത്ത് കുറച്ച് മെമ്പർമാർ നമ്മുടെ ചിറയൻകീഴ് ശാർക്കര ശാഖയിൽ മെമ്പേഴ്സാണ്. അല്ലാതെ ഇവിടെ ഒരു രീതിയിലുള്ള ശാഖാ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. അപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേര് ദുരുപയോഗപ്പെടുത്താനാണ് ഈ പോസ്റ്റർ പതിച്ചിട്ടുള്ളതെങ്കിൽ ഈ ആൾക്കാരെ കണ്ടെത്തി ഞങ്ങൾക്ക് മേൽ നടപടിയിലേക്ക് പോകേണ്ടി വരും. ഇത് ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘപ്രസ്ഥാനമാണ്. ഇതിന് ഇങ്ങനെ ഒരു പോസ്റ്റർ പതിച്ചിട്ടുള്ള വ്യക്തികളെ നമുക്ക് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മളെ നിർബന്ധിതരാക്കരുത്. ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ അനുവാദമില്ലാതെ ചെയ്യരുതെന്ന് വളരെ വ്യക്തമായിട്ട് താക്കീത് നൽകുകയാണ്.